എല്ലാ ബേത്ലഹേം ടി വി പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവ് ശംശയുടെ നാമത്തിൽ കൃപയും സമാധാനവും. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കൃപയും ക്രിസ്തീയ ജീവിതവും എന്നാണ്. ഇതിൻ്റെ സ്ലൈഡുകൾ ഞാൻ ഇംഗ്ലീഷിലാണ് കാണിക്കുന്നത്. അത് മലയാളം വായിക്കാൻ അറിയാത്ത നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് വിദേശത്ത് താമസിക്കുന്ന നമ്മുടെ മലയാളി യുവജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഞാൻ സംസാരിക്കുന്ന മലയാളത്തിൽ തന്നെയായിരിക്കും. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കാത്തത് കൃപ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്താണ് കൃപ? ക്രിസ്തീയ ജീവിതത്തിന് ഇതിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. കൃപയെപ്പറ്റി നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്, പ്രാർത്ഥനയിൽ ഉപയോഗിക്കാറുണ്ട്, പ്രസംഗങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാലും എന്താണ് കൃപയെന്ന് പലപ്പോഴും വിശദീകരിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ എപ്രകാരമാണ് കൃപ നമ്മളിൽ പ്രവർത്തിക്കുന്നതെന്നുള്ളതിനെ പറ്റിയും നമുക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ബൈബിളിൽ കൃപയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന 1-2 വാക്യങ്ങൾ ഞാനിവിടെ ഓർക്കുകയാണ്. എഫെസ്യർക്കുള്ള ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം: വിശ്വാസത്തിലൂടെ കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് നിങ്ങൾ നേടിയതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പം കൃപ രക്ഷയുമായിട്ട് അല്ലെങ്കിൽ പാപമോചനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റോമാക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം: പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലുപരി വർദ്ധിച്ചു. വീണ്ടും കൃപയും പാപവും തമ്മിലുള്ള ഒരു ബന്ധത്തെപ്പറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇതേപ്പറ്റി സഭ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1996. ദൈവമക്കളാകുവാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനത്തിന് പ്രത്യുത്തരം നൽകുവാൻ ദൈവം നമുക്ക് നൽകുന്ന അനുകൂല്യമാണ്, സൗജന്യമായ ദാനമാണ് കൃപ. അതുപോലെ തന്നെ CCC 1997 പറയുന്നു, കൃപ ദൈവിക ജീവനിലെ പങ്കാളിത്തമാണ്. അതിലൂടെ നമുക്ക് ത്രിത്വാത്മക ജീവിതത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നു. മാമോദീസായിലൂടെ സഭയുടെ ശിരസ്സായ ക്രിസ്തുവുമായി ഏകീഭവിക്കുവാൻ കൃപ നമ്മളെ സഹായിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1999. ക്രിസ്തുവിൻ്റെ കൃപയിലൂടെ ദൈവം നമ്മളെ അവൻ്റെ ജീവനിൽ പങ്കാളികളാക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ആത്മാവിന് പാപമോചനവും വിശുദ്ധീകരണവും ലഭിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കൃപ എന്നുള്ളത് അടിസ്ഥാനപരമായി നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് നമ്മുടെ സഭയുടെ ശിരസ്സായ ക്രിസ്തുവുമായി ഏകീഭവിച്ച് ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്. അത് ഒരു ലളിതമായ ഡെഫിനിഷൻ ഞാനിവിടെ കൊടുത്തിരിക്കുന്നു. ഗ്രേസ് ഈസ് ദ ഫ്രീ ആൻഡ് ലവിങ് ആക്ഷൻ ഓഫ് ഗോഡ് ബൈ വിച്ച് ഹി സെറ്റ്സ് അപ്പാർട്ട് ഹ്യൂമാനിറ്റി ഫ്രം ഓൾ ക്രിയേഷൻ ആൻഡ് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിൽ റെഡീംസ് മാൻ ഫ്രം സിൻ ആൻഡ് റെസ്റ്റോഴ്സ് ഹിസ് ഹോളിനെസ്. ദൈവം തന്നെ സ്നേഹത്തിലൂടെ മനുഷ്യനെ മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും വേർതിരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം പാപത്തിൽ നിന്ന് അവനെ രക്ഷിച്ച് അവൻ്റെ വിശുദ്ധിയിൽ പുനഃസ്ഥാപിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് കൃപ. ഉൽപ്പത്തിയിൽ എങ്ങനെയാണ് ഈ കൃപ വെളിപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവം തൻ്റെ ആത്മാവിനെ മനുഷ്യൻ്റെ നാസാരന്ധങ്ങളിലേക്ക് നിശ്വസിക്കുന്നുണ്ടായി. അങ്ങനെ ദൈവം തൻ്റെ ആത്മാവിനെ നൽകി സൃഷ്ടിച്ച മനുഷ്യൻ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലാണ് ഏദനിൽ ജീവിക്കുന്നത്. ഈ അവസ്ഥയാണ് ആദിമ കൃപ അല്ലെങ്കിൽ ഒറിജിനൽ ഗ്രേസ് എന്ന് പറയുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 375 പറയുന്നു, ആദവും ഹവ്വായും സൃഷ്ടിക്കപ്പെട്ടത് ഒറിജിനലായിട്ടുള്ള ആദിമ വിശുദ്ധിയിലും നീതിയിലുമാണ്. ഉൽപ്പത്തി 2:7 എന്താണ് പറയുക? ദൈവകർത്താവ് ഭൂമിയിലെ പൂഴുകൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും അവൻ്റെ നാസാരന്ധങ്ങളിലേക്ക് ജീവൻ്റെ ശ്വാസം നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിനെ നിശ്വസിച്ചാണ് മനുഷ്യന് ജീവൻ കൊടുത്തത്. അത് ദൈവം മനുഷ്യന് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ്. ഇവിടെ പ്രത്യേകമായി എടുത്തു പറയേണ്ട 3 കാര്യങ്ങൾ. ദൈവം തൻ്റെ ആത്മാവിനെ നിശ്വസിച്ചു. മറ്റൊരു സൃഷ്ടികൾക്കും ഇങ്ങനെ ഒരു കാര്യം ദൈവം ചെയ്തിട്ടില്ല. മനുഷ്യന് ഈ വലിയ ഉന്നത പദവിയിലുള്ള ജീവൻ ലഭിച്ചത് മനുഷ്യൻ ചോദിച്ചിട്ടല്ല, അവനത് നേടിയെടുത്തതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. സൗജന്യമായി തൻ്റെ ഇഷ്ടപ്രകാരം ദൈവം മനുഷ്യന് കൊടുത്തതാണ് ഉന്നതമായ ഈ പദവി. ഈ ആത്മാവിനെ ഉള്ളിൽ നൽകി മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട്
ഈ മനുഷ്യൻ മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്നു. എന്നാൽ ഈ മനുഷ്യൻ ആദ്യം ജീവിച്ചിരുന്നത് ഏദൻ തോട്ടത്തിലാണ്. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടമായിരുന്നു. എന്നാൽ അവൻ്റെ പാപം മൂലം അവൻ ഈ സൗകര്യങ്ങളെല്ലാം, ദൈവമായിട്ടുള്ള കൂട്ടായ്മയെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം 3:8 മനുഷ്യനും അവൻ്റെ ഭാര്യയും ദൈവത്തിൽ നിന്നകന്ന് മരങ്ങളുടെ മറവിൽ ഒളിച്ചിരുന്നു. ദൈവം തിന്നരുതെന്ന് പറഞ്ഞ ഫലം തിന്ന് പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുകയാണ് ചെയ്തത്. ഈ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് പാപം. വീണ്ടും ഉൽപ്പത്തി 3:22 ഇനിയും അവൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിച്ച് അമർത്തനാകുവാൻ ഇടയാകരുത്. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ മനുഷ്യൻ അമർത്തനാകും, മരണമില്ലാത്തവനാകും. എന്നാൽ ദൈവം അവനെ അതിൽ നിന്ന് വിലക്കുകയാണ് ചെയ്തത്. അവന് ജീവന്റെ വൃക്ഷം അവന് നിഷേധിക്കപ്പെടുന്നു. അങ്ങനെ അവൻ മരണമുള്ളവനായി തീർന്നു. മരണം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ പാപത്തിൻ്റെ ഫലമായ മരണം അവന് ലഭിക്കുകയാണ് ചെയ്തത്. മൂന്നാമത് വീണ്ടും ഉൽപ്പത്തി പുസ്തകം 3:23 അതുകൊണ്ട് ദൈവമായ കർത്താവ് അവരെ ഏദൻ തോട്ടത്തിന് പുറത്താക്കി. അത് ദൈവത്തിൻ്റെ കൃപ നിലനിന്ന സ്ഥലം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലം, ദൈവവുമായ കൂട്ടായ്മ ഉണ്ടായിരുന്ന ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുകയാണ്. ഇവിടെയാണ് കൃപയുടെ നഷ്ടപ്പെടൽ. കൃപ നഷ്ടപ്പെടുകയാണ്. അപ്പം 3 കാര്യമാണ്: പാപം, മരണം, കൃപയുടെ നഷ്ടം. അങ്ങനെ കൃപ നഷ്ടപ്പെട്ട ഈ മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം അബ്രാഹത്തെ വിളിക്കുന്നു. അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരകൾ ഈജിപ്തിലെ അടിമത്തത്തിലേക്ക് പോകുന്നു. ഈജിപ്ത് ദേശത്ത് അവർക്ക് ദൈവാരാധനയില്ല, ദേവാലയമില്ല, ബലിയില്ല, കാഴ്ചയില്ല, ഒന്നുമില്ല. അവർ ജീവിക്കുന്നതോ വിഗ്രഹാരാധകരുടെ നടുവിൽ. ഇങ്ങനെ വിഗ്രഹാരാധന നടുവിൽ ജീവിച്ചിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മോചിപ്പിക്കുവാൻ തീരുമാനിക്കുക. മോശയെ വിളിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് പോയി ഫറവോയോട് സംസാരിച്ച് അവരെ മോചിപ്പിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ദൈവം മോശയെ അയക്കുകയാണ്. ആ അയക്കുന്ന വേളയിൽ എപ്രകാരമാണ് ദൈവം അവരെ മോചിപ്പിക്കുക എന്നുള്ളത് പുറപ്പാട് പുസ്തകം 6:6-7 വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ദൈവം പറയുന്ന 5 കാര്യങ്ങൾ, അതാണ് രക്ഷയുടെ അടിസ്ഥാനം. എന്താണ്? ഐ വിൽ ബ്രിങ് യു ഔട്ട്. അതായത് വിഗ്രഹാരാധകർ കൂടിയിരുന്ന ആ ഇടത്തിൽ നിന്ന് ദൈവം അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് സെറ്റിംഗ് എപ്പാർട്ട്, വിശുദ്ധീകരിക്കുക. 2, ഐ വിൽ ഡെലിവർ യു. അവർ ഈജിപ്തുകാരുടെ ഇടയിൽ നിന്ന് മാറിയാലും അവരുടെ ഉള്ളിലത്തെ ചിന്താഗതികളെല്ലാം ഈ 400 വർഷമായി അവർക്ക് ലഭിച്ചിരിക്കുന്ന ബന്ധനത്തിൻ്റെ, തിന്മയുടെ സ്വാധീനത്തിലുള്ള ചിന്തയാണ്. ദൈവം അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവമാണ് ചെയ്യുന്നത്. ഒരാൾക്ക് പോലും സ്വയം ഇത് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അവിടെയാണ് ഒരു രക്ഷകൻ്റെ ആവശ്യമുള്ളത്. ആരാണ് അവരെ രക്ഷിക്കുന്നത്? ദൈവം തന്നെ അവരെ നേരിട്ട് രക്ഷിക്കുകയാണ്. ഐ വിൽ റെഡീം യു. അങ്ങനെ രക്ഷിച്ചു കഴിയുമ്പോൾ ഈ രക്ഷിക്കപ്പെട്ടവർ രക്ഷിച്ചവൻ്റെ സ്വന്തമാകുന്നു. അതാണ് വീണ്ടും ദൈവം പറയുന്നത്, ഐ വിൽ ടേക്ക് യു ആസ് മൈ പീപ്പിൾ. ഞാൻ നിങ്ങളെ എൻ്റെ ജനമാക്കും. അങ്ങനെ ജനമാക്കിയിട്ട് ദൈവം ഇസ്രായേലിന് തന്നെ ദൈവമായി കൊടുത്തുകയാണ്. ദൈവമായ കർത്താവ് യാഹ്വേ എലോഹീം, ഐ വിൽ ബി യുവർ ഗോഡ്. ഇതിലെ ആദ്യത്തെ 4 കാര്യങ്ങൾ യഹൂദരുടെ അവരുടെ പെസഹയിൽ ഓർമ്മിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ അന്ത്യത്താഴ്വേളയിലും അത് ഓർമ്മിക്കപ്പെട്ടു. 4 പാത്രം വീഞ്ഞ് അവർ പാനം ചെയ്യും. അതിൽ ഓരോ പാത്രത്തിനും ഈ 4 വാക്യങ്ങളുമായി ബന്ധപ്പെട്ട പേരുകളാണുള്ളത്. ഐ വിൽ ബ്രിങ് ഔട്ട് എന്നുള്ളതിനെ ദി കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിൻ്റെ പാനപാത്രം. 2, ദ കപ്പ് ഓഫ് ഡെലിവറൻസ്, വിമോചനത്തിൻ്റെ പാനപാത്രം. 3, ദ കപ്പ് ഓഫ് റിഡംഷൻ, രക്ഷയുടെ പാനപാത്രം. ഇതാണ് നമ്മുടെ പാപമോചനത്തിനായി ഈശോ നമുക്ക് നൽകുന്ന 3ാമത്തെ പാനപാത്രം. 4ാമത്തത് ദ കപ്പ് ഓഫ് പ്രൈസ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമായതിൻ്റെ സന്തോഷത്തിലെ 4ാമത്തെ കപ്പ് പാനം ചെയ്യുന്നു. ഈ പഴയ നിയമത്തിലെ ഈ വാഗ്ദാനം പൂർത്തിയാകുന്നത് യേശു ക്രിസ്തുവിലാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണ ഉത്ഥാനങ്ങളിലൂടെയാണ് അത് സംഭവിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-22-23 വാക്യങ്ങളിലാണ്. അവനിത് പറഞ്ഞിട്ട് അവരുടെ മേൽ ഊതി, എന്നിട്ട് അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിപ്പിക്കുമോ അവ മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ
ബന്ധിക്കുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇവിടെ ഉചിതനായ ഈശോ ശിഷ്യന്മാരുടെ മേൽ ഊതിക്കൊണ്ട് അവരുടെ പാപങ്ങൾ മോചിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അവരെ നിവേശിപ്പിച്ചുകൊണ്ട് അവരെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു. അവർക്ക് പാപമോചനത്തിനുള്ള അധികാരം കൊടുക്കുന്നു. ഇവിടെയാണ് ദൈവത്തിൻ്റെ കൃപ അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്നത്. ഈ വാക്യങ്ങളിൽ 3 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ക്രൈസ്റ്റ് ബ്രീത്ത്സ് അഗെയിൻ, യേശു നിശ്വസിക്കുന്നു. ഇത് ഉൽപ്പത്തി പുസ്തകം 2:7 ദൈവം ഊതിയതിന് സമാനമായ കാര്യമാണ്. ഗ്രീക്ക് ബൈബിളിൽ ഈ ഊതി എന്നുള്ളതിനെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് എംഫ്സാവോ എന്നാണ്. ഇത് ഗ്രീക്ക് ബൈബിളിൽ 2 പ്രാവശ്യമേ ഉള്ളൂ. ഒന്ന് ഉൽപ്പത്തി 2:7 2 യോഹന്നാൻ 20:22. അതായത് ആദത്തിന് ജീവൻ നൽകുവാനായിട്ട് ഊതിയ പോലെ തന്നെയാണ് വീണ്ടും ഉചിതനായ ഈശോ ഊതുന്നത്. ആദത്തിന് ഊതിയപ്പോൾ മാനുഷിക ജീവൻ ലഭിച്ചുവെങ്കിൽ ഈശോ മിശിഹ അതിൻ്റെ അപ്പസ്തലന്മാരുടെ മേൽ ഊതുമ്പോൾ അവർക്ക് ആത്മീയ ജീവനാണ് തിരികെ കിട്ടുന്നത്. അങ്ങനെ അവർ പാപത്തെ അതിജീവിക്കുന്നു. കൃപ പുനഃസ്ഥാപിക്കപ്പെടുകയും ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് അവർ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ഇതും കഴിഞ്ഞിട്ടാണ് പെന്തക്കുസ്ത വരിക. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പെന്തക്കുസ്ത ദിന സമയപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദം ഉണ്ടാകുകയും തീനാവുകൾ അവരുടെ ഓരോരുത്തരെയും തലയിൽ വന്ന് നിൽക്കുന്നതായും അവർ കണ്ടു. ആത്മാവ് കൊടുത്ത പ്രേരണയനുസരിച്ച് അവരോരോരുത്തരും അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഇവിടെയും 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ആത്മാവ് കാറ്റിൻ്റെയും അഗ്നിയുടെയും രൂപത്തിൽ വരുന്നു. ഇവിടെ കാറ്റിനെ പറ്റി പറയുമ്പോൾ കൊടുങ്കാറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 പ്രാവശ്യം ആത്മാവിൻ്റെ ആ വരവിനെ പറ്റി നമ്മളൊന്ന് പഠിക്കണം. ഉൽപ്പത്തി 2:7 ദൈവ കർത്താവ് ആദത്തിൻ്റെ നാസാരന്ധരങ്ങളിലേക്ക് ഊതി. യോഹന്നാൻ 20:22 അപ്പസ്തോലന്മാരുടെ മേൽ ഊതി. ഇപ്പോൾ കൊടുങ്കാറ്റ് പോലെ ആത്മാവ് വരുന്നു. ഇത് 3 കാണിക്കുന്നത് ഒരേ ആത്മാവിൻ്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെയാണ്. ഉൽപ്പത്തിയിലെ മാനുഷിക ജീവനായിട്ട് അത് വന്നു. യോഹന്നാന്റെ സുവിശേഷം 20:22 ആത്മീയ ജീവനായിട്ട് വന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ അത് ശക്തിയായിട്ട് വരികയാണ്. അങ്ങനെ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു. അവർ ഓരോരുത്തരും രൂപാന്തരപ്പെട്ടു. ഭയവിഹ്വലരായിരുന്ന അവർ ശക്തി ലഭിച്ചു. യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ ധീര പടയാളികളായി അവർ മാറി. അങ്ങനെ കൃപ ദൗത്യം ഏറ്റെടുക്കുവാനുള്ള ശക്തിയായി ഇവിടെ മാറുകയാണ് ചെയ്യുന്നത്. എന്താണ് ദൗത്യം? യേശുവിൻ്റെ സുവിശേഷം ലോകത്തെ അറിയിക്കുക എന്നുള്ള ദൗത്യം. അപ്പം ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് അതൊരു കേവലം ആശയമല്ല, അത് ഘട്ടഘട്ടമായി നമ്മൾ പ്രവർത്തിക്കുകയാണ്, സജീവമാണത്. ഉൽപ്പത്തിയിൽ നിന്ന് ജീവനായിട്ട് വന്നു. ഉത്ഥാനം ചെയ്ത ഈശോ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് ആത്മാവിനെ അവർക്ക് പുനഃസ്ഥാപിച്ചു, കൃപ പുനഃസ്ഥാപിച്ചു. അപ്പസ്തല പ്രവൃത്തിയിലെ പെന്തക്കോസ്താ ദിനം ഭയത്തിന് അടിമകളായിരുന്ന ശിഷ്യന്മാരെ ശക്തിയുള്ളവരായി രൂപാന്തരപ്പെടുത്തി ദൗത്യം നിർവഹിക്കുവാൻ ശക്തരാക്കി മാറ്റി. ദൈവത്തിൻ്റെ കൃപയാണ് ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും യഥാർത്ഥ ജീവൻ ശക്തിയും. അപ്പം ഈ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രധാനമായ കടമയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകം പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന്. ഇതേ കാര്യമാണ് വിശ്വാസ വർഷത്തിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ പൊത്ത ഫിദൈ എന്നുള്ള അപ്പസ്തോലിക ലേഖനത്തിൽ പറഞ്ഞത്. ഈ ലേഖനത്തിൻ്റെ 9-ാമത്തെ നമ്പറിൽ വിശ്വാസ വർഷത്തിൻ്റെ 5 ലക്ഷ്യങ്ങളെപ്പറ്റി മാർപ്പാപ്പ പറഞ്ഞു. അതിൽ1-ാമത്തെ ലക്ഷ്യമായി അദ്ദേഹം പറഞ്ഞത് പൂർണ്ണതയിലും നവീകൃത ബോധ്യത്തോടും ഉറപ്പോടും പ്രത്യാശയോടും കൂടി വിശ്വാസം പ്രഘോഷിക്കാനുള്ള ആഗ്രഹം ഓരോ വിശ്വാസിയിലും ഉണർത്തുവാൻ ഈ വർഷത്തിന് സാധിക്കട്ടെ എന്നാണ്. അപ്പം നമ്മൾ ചോദിക്കും, ഇങ്ങനെ വിശ്വസിച്ച് സുവിശേഷമൊക്കെ പറഞ്ഞ് നടന്നാൽ മാത്രം മതിയോ? ജീവാണ പ്രവർത്തനങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ പ്രഘോഷിക്കുന്ന ആ സുവിശേഷം ജീവകാരണ പ്രവർത്തനങ്ങളിലൂടെ ജീവിച്ച് കാണിക്കാനുള്ള കടമ ഓരോ ക്രിസ്ത്യാനിക്കുമുണ്ട്. എഫേസ്യർക്കുള്ള ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. അനാദിയിലെ ദൈവം ചെയ്യുവാനായി കരുതിയിരിക്കുന്ന സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം ജീവകാരണ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഓപ്ഷനല്ല, അത് നമ്മുടെ കടമയാണ്. പക്ഷേ
സുവിശേഷം പ്രസംഗിക്കാതെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്താൽ നമ്മളാരും ക്രിസ്ത്യാനിയാകുകയില്ല. സുവിശേഷം പ്രസംഗിച്ചിട്ട് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാതിരുന്നാലും നമ്മൾ ക്രിസ്ത്യാനിയാകുകയില്ല. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുകയും പ്രസംഗിച്ച സുവിശേഷം ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിയാകുക. അവസാനമായി കൃപയെപ്പറ്റി വളരെ സംക്ഷിപ്തമായി പറഞ്ഞാൽ, കൃപ എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം. അത് സൃഷ്ടിയിലുണ്ട്, രക്ഷയിലുണ്ട്, നമ്മുടെ ദൗത്യത്തിലുമുണ്ട്. കൃപ ജീവനാണ്. അത് ആത്മാവിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നു, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു, ദൗത്യം നിർവഹിക്കാൻ നമ്മളെ ശക്തരാക്കുന്നു. ഈ കൃപ നിറഞ്ഞവരായി ജീവിക്കുവാൻ ഉചിതനായ ഈശോ നമ്മളേവരെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംസ്കരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.